ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള നഗറിൽ സംസ്ഥാനത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദൻ പതാക ഉയർത്തുന്നതോടെയാണ് 4 ദിവസം നീളുന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകുക. ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 600 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 15 നിരീക്ഷകരും സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്നുണ്ട്. പ്രകാശ് കാരാട്ടിന് പുറമെ PB അംഗങ്ങളായ S രാമചന്ദ്രൻ പിള്ള, സീതാറാം യെച്ചൂരി, വൃന്ദ കാരാട്ട്, AK പത്മനാഭൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും CPIM-ന്റെ ഭാവി രാഷ്ട്രീയത്തെ തന്നെ രൂപപ്പെടുത്തുന്നതാകും. തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിലുണ്ടാകുന്ന പരാജയം, പോരാട്ട വീര്യത്തിൽ വന്ന ശോഷണം, സമരങ്ങളുടെ പരാജയം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുക്കുന്നതിലുണ്ടായ വീഴ്ച തുടങ്ങി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വിഷയങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ സമ്മേളനത്തിലേതുപോലെ VS വിമർശനം ഈ സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ടിലുമുണ്ട്. ഇതിനെതിരെ VS നൽകിയ കുറിപ്പ് സെക്രട്ടേറിയറ്റ് തള്ളുകയും ചെയ്തു. എങ്കിലും VS-ന്റെ കുറിപ്പിന്റെ പ്രതിഫലനം സമ്മേളനത്തിനുമുണ്ടാകും. കുറിപ്പ് മാധ്യമങ്ങൾക്ക് ചോർന്നു നൽകിയത് സമ്മേളനത്തിൽ വിമർശന വിധേയമാകും. സെക്രട്ടറി സ്ഥാനത്ത് 3 ടൈം പൂർത്തിയാക്കിയ പിണറായി വിജയൻ ഒഴിയുന്നു എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത. പിണറായിയുടെ പിൻഗാമി ആരെന്ന് സമ്മേളനം തെരഞ്ഞെടുക്കും. 23-ന് 1 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന റാലിയോടെ സമ്മേളനം സമാപിക്കും.